ലഹരി മാഫിയയുടെ വേരറുക്കാൻ എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കാൻ അയൽ സംസ്ഥാനങ്ങളുടെ പിന്തുണ കേരളം തേടും. ഇതിന്റെ ഭാഗമായി 3 മുഖ്യമന്ത്രിമാർക്ക് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ കത്തയക്കും. വളരെ വിജയകരമായി ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഇത് 3 തരത്തിലാണ് വരുന്നത്. ഒന്ന് കടൽ മാർഗം, കരമാർഗം, ആകാശമാർഗം. ഇത് 3നെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ 3 സംസ്ഥാനങ്ങളിലെ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഒരു കത്തയക്കാൻ പോവുകയാണ്. ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ സഹകരണം കൂടെ വേണ്ടി വരും. ലഹരിക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാനുമായി ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളുടെ കൂടി സഹായം തേടാനാണ് കേരളം ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ 3 അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പിന്തുണ തേടിയുള്ള കത്തയക്കും. പ്രധാനമായും തമിഴ്നാട്, കർണാടക, തെലങ്കാന തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളുടെ പിന്തുണയാകും കേരളം തേടുക. സർക്കാരിനെ ഇങ്ങനെ ചിന്തിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇന്ത്യയിലേക്ക് കൂടുതലായി ലഹരി വസ്തുക്കൾ എത്തുന്നത് ആഫ്രിക്കൻ വംശജരിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ആണെന്നുള്ള കണ്ടെത്തലാണ്. ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഇത്തരത്തിൽ MDMA പോലുള്ള രാസലഹരി വസ്തുക്കൾ എത്തിക്കുമ്പോൾ അത് പിന്നീട് ബാംഗ്ലൂരിലും മറ്റുമൊക്കെ എത്തിച്ച് അത് കേരളത്തിലേക്ക് കാരിയർമാർ വഴി കടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് പൂർണ്ണമായും തടയിടുക എന്നുള്ളതാണ് കേരള സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതുവഴി യുവാക്കളെയും കുട്ടികളെയും ലഹരിയുടെ പിടിയിൽ നിന്നും മുക്തരാക്കുക എന്നൊരു ലക്ഷ്യവും ഇതിൻ്റെ ഭാഗമായുണ്ട്. വമ്പന്മാരിലേക്ക് ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം നീളുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കോഴിക്കോട് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ സൂചന കൂടിയാണ് ഈ 3 സർക്കാരുകളുടെ പിന്തുണ തേടി സർക്കാർ ഇപ്പോൾ കത്തയക്കാൻ ശ്രമിക്കുന്നത്. നാളെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത് സംബന്ധിച്ച പിന്തുണ കത്ത് 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അയക്കുക. അതിനു പുറമെ സംസ്ഥാന പോലീസ് മേധാവി ഈ 3 സംസ്ഥാനങ്ങളിലെയും പോലീസ് മേധാവിമാരുമായും ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പിന്തുണ കൂടി ആവശ്യപ്പെടും. അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ വ്യാപകമാക്കി ലഹരിയുടെ വേര് കൂടുതൽ ശക്തമായി അറുക്കുക എന്ന രീതിയിലേക്കാണ് സർക്കാർ പോകുന്നത്. അതിനൊപ്പം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കുകയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ അദ്ദേഹം കോഴിക്കോട് വെച്ച് സാമുദായിക നേതാക്കളെ കാണുകയും അവരെല്ലാം തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ വാരിയർമാരായി, പോരാളികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ചടങ്ങുകൾ നിർവഹിച്ചത്. ഇതിലേക്ക് കൂടുതൽ യുവാക്കളെയും ആളുകളെയും ആകർഷിക്കുക എന്നൊരു ലക്ഷ്യവും സർക്കാരിൻ്റെ ഈ നീക്കത്തിന് പിന്നിലുണ്ട്. അതിലൂടെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു വലിയൊരു ദൗത്യമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.